ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ ടുഡേയ്സ് മാർക്കറ്റ് ആൻഡ് ടുമോറോസ് ഔട്ട്ലുക്കിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു ഹൈ വോൾട്ടാലിറ്റി ആയിരുന്നു ദൃശ്യമായത്. പല സമയങ്ങളിലും മാർക്കറ്റ് നെഗറ്റീവിലേക്കും അതുപോലെ പോസിറ്റീവിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ഒരു സെൽ ഓഫും അതുപോലെ പല മാർക്കറ്റും ഹൈ വാല്യുവേഷനിലാണെന്ന ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു കൺഫ്യൂഷനുമാണ്. അതുപോലെ പുതിയ സെബിയുടെ റൂളും മാർക്കറ്റിന് നെഗറ്റീവ് എഫക്റ്റ് സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ന് സെക്ടേഴ്സ് ചെക്ക് ചെയ്താൽ FMCG IT സെക്ടറിലാണ് ഒരു ഗെയിനിൽ ക്ലോസ് ചെയ്തതും മാർക്കറ്റിന് ഒരു സപ്പോർട്ട് നൽകിയതും. ഇന്ന് പ്രഷർ ദൃശ്യമായ സെക്ടറുകൾ ഓട്ടോ, ബാങ്കിംഗ്, എനർജി അതുപോലെ ഇൻഫ്ര സെക്ടറുകളായിരുന്നു. ഇന്ന് നിഫ്റ്റി 50 21 പോയിന്റോളം അപ്പായി 11,355 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ 38 പോയിന്റോളം ഡൗൺ ആയി 7,957 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് 66 പോയിന്റോളം ഡൗൺ ആയി 22,945 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി എനർജി 78 പോയിന്റോളം ഡൗൺ ആയി 15,356 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് 14 പോയിന്റോളം ഡൗൺ ആയി 11,143 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി FMCG 175 പോയിന്റോളം അപ്പായി 31,003 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി IT 102 പോയിന്റോളം അപ്പായി 18,176 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മെറ്റൽ 1 പോയിന്റോളം ഡൗൺ ആയി 2,450 പോയിന്റിലും നിഫ്റ്റി ഫാർമ 11 പോയിന്റോളം ഡൗൺ ആയി 11,269 പോയിന്റിലുമാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50ലെ ടോപ്പ് ഗെയിനേഴ്സ് ഭാരതി ഇൻഫ്രാടെൽ, HDFC ലൈഫ്, ഡോക്ടർ റെഡ്ഡീസ്, ITC അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, UPL, ബജാജ് ഫൈനാൻസ്, ഗെയിൽ അതുപോലെ NTPC തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഇന്ന് സെൻസെക്സ് 60 പോയിന്റോളം അപ്പായി 38,417 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. സെൻസെക്സിലെ ടോപ്പ് ഗെയിനേഴ്സ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, TCS, ITC, ഏഷ്യൻ പെയിന്റ്സ് അതുപോലെ HDFC തുടങ്ങിയ സ്റ്റോക്കുകളായിരുന്നു. ടോപ്പ് ലൂസേഴ്സ് എന്ന് പറയുന്നത് ബജാജ് ഫിൻ സർവീസ്, ടെക് മഹീന്ദ്ര, കോട്ടക് ബാങ്ക്, HDFC ബാങ്ക് അതുപോലെ L&T തുടങ്ങിയ സ്റ്റോക്കുകളിലായിരുന്നു ഒരു പ്രഷർ ഇന്ന് ദൃശ്യമായത്. ഇന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ DVR ഷെയറുകളിൽ ഒരു മുന്നേറ്റം ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫ്രൈഡേ ടാറ്റ മോട്ടോഴ്സിന്റെ പാരന്റ് കമ്പനിയായ ടാറ്റ സൺസ് ഇവരുടെ സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ടുണ്ടെന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഓപ്പൺ മാർക്കറ്റിൽ നിന്നും. അതുകൊണ്ടായിരുന്നു ഈ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം ദൃശ്യമായത്. DVR ഷെയർസ് യൂഷ്വലി പറയുന്നത് വോട്ടിംഗ് റേറ്റ് ഇല്ലാത്ത ഷെയർസിനെയാണ്. അതായത് കമ്പനിയുടെ ഓണർഷിപ്പിൽ കൂടുതൽ എഫക്ട് ചെയ്യാതെ തന്നെ പണം കണ്ടെത്താൻ വേണ്ടിയാണ് യൂഷ്വലി DVR ഷെയർസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇന്ന് ഹാപ്പിയസ്റ്റ് മൈൻഡ്സിന്റെ IPO സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു. നല്ലൊരു റെസ്പോൺസാണ് ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും IPOക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ 10%ഉം അതുപോലെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ സബ്സ്ക്രിപ്ഷൻ 34%ഉം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ 8% സബ്സ്ക്രിപ്ഷനും കഴിഞ്ഞിട്ടുണ്ട്. വോഡാഫോൺ ഐഡിയ സ്റ്റോക്കിൽ ഇന്നൊരു മുന്നേറ്റം ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫണ്ട് റേസിംഗിനെ കുറിച്ച് ഇന്ന് ഡീറ്റെയിൽസ് വരുമെന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരാത്തത് സ്റ്റോക്കിനെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് എത്തിച്ചിരുന്നു. മോർണിംഗ് സെഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് മോർണിംഗ് സെഷനിൽ സ്റ്റോക്ക് ഏകദേശം 13% അപ്പിലേക്ക് മൂവ് ചെയ്തിരുന്നു. എന്നാൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുമ്പോൾ ഏകദേശം 2.07%ലാണ് ക്ലോസ് ചെയ്തത്. ഫ്രൈഡേ ആഫ്റ്റർ മാർക്കറ്റ് ഹവറിൽ കമ്പനി ഏകദേശം 25,000 കോടി രൂപയോളം റൈസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ റൈസിംഗിന്റെ മെത്തേഡ് ഇതുവരെ അവർ പുറത്തുവിട്ടിരുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് പുറത്തുവരുമെന്നായിരുന്നു അവർ അറിയിച്ചത്. പക്ഷേ അത് സംഭവിച്ചില്ല. നാൽക്കോ സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പുവർ Q1 റിസൾട്ടും അതുപോലെ പല ബ്രോക്കറേജ് ഫേമുകളും അവർക്കൊരു മിക്സ്ഡ് റിവ്യൂ ആണ് നൽകിയത്. അതും സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷർ സൃഷ്ടിച്ചിരുന്നു. റബ്കോ ഹൗസിംഗ് ഫൈനാൻസ് സ്റ്റോക്കുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയായിരുന്നു. പ്രോഫിറ്റിൽ ഒരു വർധനവാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. എസ്റ്റർ ഇൻഡസ്ട്രി ഷെയറുകളിൽ ഇന്നൊരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രൊമോട്ടർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവായി എഫക്റ്റ് ചെയ്തത്. ജൂബിലന്റ് ലൈഫ് സയൻസ് സ്റ്റോക്കുകളിൽ ഇന്നൊരു ഡൗൺ ട്രെൻഡാണ് ദൃശ്യമായത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ Q1 റിസൾട്ട് തന്നെയാണ്. അവരുടെ പ്രോഫിറ്റിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട്. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു നെഗറ്റീവായി എഫക്റ്റ് ചെയ്തത്. തേജസ് നെറ്റ്വർക്ക് ഷെയറുകളിലും ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരൊരു പുതിയ ഓർഡർ വിൻ ചെയ്തിരുന്നു. അതായിരുന്നു സ്റ്റോക്കിനെ ഇന്നൊരു അപ്മൂവിലേക്ക് നയിച്ചത്. PNC ഇൻഫ്രാടെക് ഷെയറുകളിൽ ഇന്നൊരു ഫ്ലക്ച്വേഷൻ ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്കൊരു ഓർഡർ ലഭിച്ചെന്ന ന്യൂസ് ഉണ്ടായിരുന്നു. വാട്ടർ സപ്ലൈയുടെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഓർഡറാണ് ലഭിച്ചത്. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു ഫ്ലക്ച്വേഷന് ഇടയാക്കിയത്. റിലയൻസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അവർ. ഇത് വരും ദിവസങ്ങളിൽ ഈ സ്റ്റോക്കിൽ ഒരു എഫക്റ്റ് സൃഷ്ടിച്ചേക്കാം. ഇൻവെസ്റ്റേഴ്സ് ഇത് ശ്രദ്ധയോടെ വാച്ച് ചെയ്യേണ്ടതാണ്.
സ്പൈസ് ജെറ്റ് ഷെയറുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് ഡൽഹി ഹൈക്കോടതി അവരോട് ഏകദേശം 243 കോടി രൂപയോളം കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ ഭാഗമായാണ് ഇത്രയും വലിയൊരു തുക കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടത്. അതുതന്നെയായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പ്രഷറിന് ഇടയാക്കിയത്. ആലുവാലിയ കോൺട്രാക്ട് ഷെയറുകളിൽ ഇന്ന് ഏകദേശം 0.59% ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഒരു പുതിയ കോൺട്രാക്ട് വിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 323 കോടി രൂപയോളം വരുന്ന ഒരു കോൺട്രാക്ട് ആണ് വിൻ ചെയ്തത്. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് ആണ് അവർക്ക് ലഭിച്ചത്. അതായിരുന്നു സ്റ്റോക്കിൽ ഇന്നൊരു അപ്മൂവിന് ഇടയാക്കിയത്. ഇന്ന് ലക്ഷ്മി വിലാസം ബാങ്ക് ഷെയറുകളിൽ മോർണിംഗ് സെഷനിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫണ്ട് റൈസിങ്ങിനെ കുറിച്ചുള്ള ന്യൂസ് ആയിരുന്നു. പക്ഷേ അത് ഹോൾഡ് ചെയ്യാൻ സ്റ്റോക്കിന് സാധിച്ചിരുന്നില്ല. ഓവറോൾ ബാങ്കിംഗ് സെക്ടറിലുള്ള പ്രഷറും സ്റ്റോക്കിനെ ബാധിച്ചിരുന്നു. സ്റ്റോക്ക് ഏകദേശം 0.26% അപ്പായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻ സ്റ്റോക്കുകളിൽ ഇന്നൊരു പ്രഷർ ദൃശ്യമായിരുന്നു. ഏകദേശം 5% ഡൗൺ ആയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അവരുടെ റിസൾട്ട് തന്നെയാണ്. ഏകദേശം 353 കോടി രൂപയുടെ ലോസ് ആണ് ഈ ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്തത്. ലാസ്റ്റ് ക്വാർട്ടറിൽ അത് 24 കോടിയുടെ പ്രോഫിറ്റ് ആയിരുന്നു. അതായിരുന്നു ഈ സ്റ്റോക്കിനെ ഇന്നൊരു നെഗറ്റീവായി എഫക്ട് ചെയ്തത്. മാൻ ഇൻഡസ്ട്രി ഷെയറുകളിൽ മോർണിംഗ് സെഷനിൽ ഒരു അപ്മൂവ് ദൃശ്യമായിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ ഒരു പുതിയ ഓർഡർ വിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 370 കോടി രൂപയുടെ ഓർഡറാണ് അവർ വിൻ ചെയ്തത്. അതായിരുന്നു ഈ സ്റ്റോക്കിൽ ഇന്നൊരു പോസിറ്റീവായി എഫക്ട് ചെയ്തത്. ഇനി നമുക്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ നാളത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെക്ക് ചെയ്യാം.